നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 എന്ന് പറയുന്ന അനുച്ഛേദം, ആർട്ടിക്കിൾ 25, ഫ്രീഡം ടു പ്രാക്ടീസ്, പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലിജിയൻ. അതാണ് ഒരു മതം ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് കൊണ്ടു നടക്കാനും അത് പ്രചരിപ്പിക്കാനും ഉള്ള അവകാശം ആണ്, മൗലികാവകാശമാണ് ആർട്ടിക്കിൾ 25 പ്രദാനം ചെയ്യുന്നത്. ഈ ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് ഇവിടെ ഹിന്ദു സഹോദരങ്ങൾക്ക്, ബജ്രംഗദളിനോ അതുപോലുള്ള ആളുകൾക്കോ ഹിന്ദു മുന്നണിക്കോ മാത്രമൊന്നും അല്ല, എല്ലാവർക്കും ഉള്ളതാണ്. ഇവിടെ ഈ അവകാശം എല്ലാ പൗരന്മാർക്കും ഈ അവകാശം ഉള്ളതാണ്. ഈ ആർട്ടിക്കിൾ 25 അവകാശം, മൗലിക അവകാശം. അപ്പോൾ അവിടെ രണ്ട് കന്യാസ്ത്രീകൾ കേട്ടോ, പ്രായമുള്ളവരാണ്. അവർ ആഗ്രയിൽ അവർ നടത്തുന്ന ഹോസ്പിറ്റൽ, അവരുടെ മഠത്തിൽ നിന്ന് നടത്തുന്ന അവരുടെ സമൂഹം, സന്യാസ സമൂഹം നടത്തുന്ന ആശുപത്രിയിലേക്ക് ജോലിക്കായിട്ട് ഒരു 2-3 സ്ത്രീകളെ ഈ ഇവിടുന്ന് ജാർഖണ്ഡിൽ നിന്ന് കൊണ്ടുപോയി. അവരുടെ സഹോദരനും ഒപ്പം ഉണ്ട്, ഈ സ്ത്രീകളുടെ സഹോദരനും ഒപ്പമുണ്ട്. കൊണ്ടുപോയപ്പോൾ അവർ ജാർഖണ്ഡിൽ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇവർ പിടിക്കപ്പെട്ടു. ആരാ പിടിച്ചതെന്ന് ചോദിച്ചാൽ ബജ്രംഗദൾ പ്രവർത്തകരാണ്. അതൊരു സ്ത്രീയാണ് അതിൻ്റെ നേതൃത്വത്തിലുള്ളത്. അവർ വന്നിട്ട് ആ ചെറുപ്പക്കാരൻ, ഈ സഹോദരൻ എന്ന് പറയുന്നവനെ, അവനെ കരണത്തടിക്കുന്നു, അവൻ്റെ കഴുത്തിന് ഊത്തി പിടിക്കുന്നു. എന്നിട്ട് ഇതിലെ ആക്ഷേപമൊന്നുമല്ല, യൂണിഫോം ഇട്ട പോലീസുകാരവിടെ നിൽക്കുന്നത് കേട്ടോ, അവരനങ്ങുന്നില്ല. ഇവൾ ഇത്രയും അട്രോസിറ്റീസ് കാണിച്ചിട്ട്, ഇത്രയും ബഹളം കാണിച്ചു, ഭയങ്കരമാണ് പ്രശ്നം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കുക. എന്തെന്നറിയോ? മനുഷ്യക്കടത്ത് ആരോപിക്കുകയാണ്. മനുഷ്യക്കടത്തായിരുന്നു അത്. പിന്നെ അത് കൂടാതെ നിർബന്ധിത മതപരിവർത്തനം ആണെന്ന്. അങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയാൽ അതൊരു ഒഫൻസാണ്, കുറ്റമാണ്. അതിന് കേസെടുക്കാൻ, ശിക്ഷിക്കുകയൊക്കെ ചെയ്യാം. അത് ചെയ്തോട്ടെ. അത് ഈ ബജ്രംഗദൾ പ്രവർത്തകയ്ക്ക് ആണോ ഇതിൻ്റെ അവകാശമുള്ളത്? നമ്മുടെ നാട്ടിൽ നിയമമല്ലേ നോക്കേണ്ടത്? അതിന് പകരം അവർക്ക് നിയമമൊന്നും ബാധകമല്ലേ? ഈ നോക്കുകുത്തി പോലെ നിന്ന പോലീസുകാരനുണ്ടല്ലോ, ഉണ്ട വിഴുങ്ങിയമാതിരി നിൽക്കുന്ന ഒരുത്തനെ ഞാൻ കണ്ടു അതിനകത്ത്. ഇവനെയൊക്കെ എന്ത് പോലീസ് ഉദ്യോഗസ്ഥനെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അവൻ്റെ മുമ്പിൽ വെച്ചാണ് ഈ വിളയാട്ടങ്ങൾ മുഴുവൻ നടക്കുന്നത്. ഏതായാലും ഈ കന്യാസ്ത്രീകളെ എങ്ങനെയൊക്കെ ആക്ഷേപിക്കാം അതെല്ലാം ആക്ഷേപിച്ചിട്ട് നേരെ അവരെ അവസാനം പോലീസ് കേസങ്ങെടുത്തു. മനുഷ്യക്കടത്തും അതുപോലെ നിർബന്ധിത മതപരിവർത്തനവും. എന്തെങ്കിലും തെളിവുണ്ടായിട്ട് വേണ്ടേ ചെയ്യാൻ? എടുത്തു കഴിഞ്ഞാൽ കോടതിയിലോട്ടുകൊണ്ടുപോയി അപ്പോഴേ റിമാൻഡ് ചെയ്തു. അവരിപ്പോൾ ഒരു വൃത്തികെട്ട ഒരു പരിസരത്ത്, ഒരു ജയിലിൽ അവരിങ്ങനെ കിടക്കുകയാണ്. ഞായറാഴ്ചയായിരുന്നു ഇന്നലെ. അവർക്ക് ജാമ്യം മൂവ് ചെയ്യാൻ മാർഗമില്ലായിരുന്നു. അപ്പോൾ ഇന്ന് അവർ ജാമ്യം മൂവ് ചെയ്യുമെന്ന് പറയപ്പെടുന്നു, അറിയാൻ വയ്യ. ഏതായാലും ജാമ്യം കിട്ടാവുന്ന കാര്യമാണ് ഈ ഒഫൻസ് ഉണ്ടെങ്കിൽ പോലും. ഇനി നമുക്കറിയാൻ പറ്റുന്നില്ല, അവിടുത്തെയൊക്കെ നിയമവും നീതിയൊക്കെ പ്രത്യേകമല്ലേ, ബജ്രംഗദൾ അല്ലേ അവിടെ ഉള്ളത്. അപ്പോൾ അത് കാരണം നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഏതായാലും ശരി, ഇത് വളരെ മോശമായൊരു സംഭവമായിപ്പോയി. നമ്മുടെ രാജ്യത്ത് മതേതരത്വത്തിന് ഏറ്റേക്കുന്ന ഏറ്റവും വലിയ കളങ്കങ്ങളിൽ ഒന്നാണിത്. ഒരുപാട് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഇവർ പറയുന്നത് എന്തെന്നറിയോ? ഇവരുടെ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട്, അതായത് അവരുടെ വസ്ത്രമുണ്ടല്ലോ, ആ വീൽ, അത് അണിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം അവർ അതുപോലെ ആക്ഷേപിക്കപ്പെടുകയാണ്, ബുദ്ധിമുട്ടിക്കുകയാണ്, ഉപദ്രവിക്കുകയാണ്. ഇതുപോലൊക്കെ ചെയ്യും. എന്ത് ചെയ്യാനൊക്കും? അവരവരുടെ ജോലി ചെയ്യുന്നതെന്ന് കണക്കാക്കിയ പോരെ. അവർ ആരെയും മതത്തിൽ ചേർക്കാനൊന്നും നടക്കുന്നതല്ല. നിവൃത്തിയില്ലാത്ത ആളുകൾ ഈ ജാർഖണ്ഡിൽ ജോലി ചെയ്യാൻ വേറെ മാർഗമില്ലാത്തവരെ അവർക്ക് ശമ്പളം കൊടുത്ത് ജോലിക്ക് കൊണ്ടുപോയതാണ്. അതിന് മതപരിവർത്തനമൊന്നും മനുഷ്യക്കടത്തെന്നും ഒക്കെ പറയാൻ തുടങ്ങിയാൽ എന്താണ് ഇതിന്? അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ മൗലികാവകാശങ്ങൾ ഈ ക്രിസ്ത്യാനികൾക്കില്ലേ? ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് ഈ മൗലികാവകാശം ആർട്ടിക്കിൾ 25 അവകാശം ഇല്ലേ? അത് ചിന്തിക്കണം. കാരണം അവർ സ്ഥിരമായിട്ട് ആക്രമിക്കപ്പെടുന്നു നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ അവർ ഇതിൻ്റെ കൂടെ തന്നെയാണ്. കാരണം ഈ ഉപദ്രവമൊക്കെ ഏറ്റുവാങ്ങി മറ്റൊരു അവിടെ കിടന്ന് അടികൊള്ളുന്നത്, ജയിലിൽ കിടക്കുന്നതൊക്കെ അവിടെ ഈ വിരോധാഭാസം ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ. ഇവിടെ കയ്യിൽ കൊണ്ടു നടക്കുകയാണ് BJP, ആ രീതിയിലാണ്. ഏതായാലും ഇത് അറിയാത്ത കുഞ്ഞ് ചൊറിയുമ്പം അറിയും
എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഇത് ഇനി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ധാരാളം അറിയാനുള്ളതേ ഉള്ളൂ. അറിയാൻ കിടക്കുകയാണ്. ഇവരെ കൈക്കുമ്പിളിൽ കൊണ്ട് നടക്കുമ്പോൾ ചിന്തിക്കണം, നിങ്ങളുടെ സഹോദരങ്ങൾ വെളിയിൽ കിടന്ന് അടികൊള്ളുന്നെന്ന്. അതൊന്ന് ആലോചിക്കുക. അപ്പോൾ ഞാനിത് പറഞ്ഞത് വേറെ ആരെയും ആ സമൂഹത്തെ കളിയാക്കാനൊന്നുമല്ല. ഇതെന്താ എന്നറിയുക, ഇത് വളരെ വളരെ വലിയ ദ്രോഹമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുക എന്നുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്ത് അടിയന്തരമായിട്ട് ഇടപെടണം. ഇങ്ങനെ ഇവർ പീഡിപ്പിക്കപ്പെടുകയാണ് ഒരുപാട് പേര്. ഈ കന്യാസ്ത്രീകൾ അവർ ദൈവത്തിൻ്റെ വഴിയിൽ അവർ പോയി. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോകണ്ട. അവർ പോകുന്ന വഴി അവർ പോട്ടെ. ഒരു മനുഷ്യൻ്റെ അവകാശമല്ലേ ഇതൊക്കെ? ഒരു മൗലികാവകാശങ്ങളിൽ പെടുന്നതല്ലേ ഇതെല്ലാം? അതാദ്യം ഒന്ന് മനസ്സിലാക്കണം. അത് ഒന്ന് നന്നാവണം. അത്രേ എനിക്ക് പറയാനുള്ളൂ.